ഹായ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളെ അഭിപ്രായം എന്താണേലും അറിയിക്കണം കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. പച്ചരി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അത് രാവിലെ ഒന്ന് അരിച്ചെടുത്തിട്ടൊന്ന് വെള്ളം കൂട്ടി ലൂസാക്കി എടുത്തിന് കേട്ടോ, അരച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതൊന്നിങ്ങനെ കലക്കി ഒഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ ഗ്യാസിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഒരുപാട് നാളായി ഗ്യാസ് തീർന്നിട്ട്. അപ്പോൾ ഇനി ഗ്യാസ് കിട്ടുന്നവരെ അടുപ്പത്ത് തന്നെ നമ്മൾ പണി കേട്ടോ. അപ്പോൾ നല്ല വിറകൊക്കെ അഞ്ചേട്ടൻ വാങ്ങി തന്നുകൊണ്ട് കുഴപ്പമില്ല, രാവിലത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി ഈ ദോശ ഉണ്ടാക്കിയിട്ട്. പുട്ടും കുത്തപ്പവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചേട്ടൻ പറഞ്ഞ് കുറേ ദിവസമായില്ലേ ദോശ ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഈ ദോശ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയതാണ്. പിന്നെ മക്കൾക്കും ഇഷ്ടമാണല്ലോ, പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, നായ്ക്കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു സംഭവം ഇതാണ്. അപ്പോൾ ഓരോ ഇഷ്ടം കൂടി നോക്കി നമ്മൾ ഇത് ഉണ്ടാക്കാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചതാട്ടോ. അപ്പോൾ ദോശയൊക്കെ വേഗം വേഗം ആയി കിട്ടും കേട്ടോ. ഈ ദോശയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയുക സംഭവമുണ്ട്, ഇത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മൂടി വെച്ചാകുമ്പോഴേക്കും റെഡിയാകും. അപ്പോൾ ഞാൻ ചെയ്യാനുള്ള ചോറൊക്കെ മേശമ്മൽ കൊണ്ടുവച്ചിന് കേട്ടോ. ചോറ് കൊണ്ടുപോകാനുള്ളതാണ്, ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ്. ചായ മധുരമിട്ട് വെച്ചിന്. പിന്നെ ദോശയൊക്കെ അനുസരിച്ച് തിന്നാനുള്ളത് അവിടെ കൊണ്ടുവച്ച് കൊടുത്തിന്. പിന്നെ കറി ചൂടാക്കി വെച്ചിന് കേട്ടോ, കുറച്ച് ഇറച്ചിക്കറിയാണ്, അത് ചൂടാക്കി എടുത്തിന്. അപ്പോൾ നന്ദുമോൾക്കും അനീഷേട്ടനും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഉള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും കറി വെക്കാൻ വേണ്ടിയിട്ട് കിട്ടണം ഉച്ചത്തേക്ക്. അത് ഓൾക്ക് രണ്ടാൾക്കും മാത്രമുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പാപ്പമോൾ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട്, ചായ കിട്ടാഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. സമയമായിട്ടൊന്നും ഇല്ല കേട്ടോ, സമയം 7:10 ആവണേ ഉള്ളൂ. ഓൾക്ക് ഞാൻ 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് ചായ എന്തായാലും കൊടുക്കും. അപ്പോഴേക്കും എന്തായാലും കറി വേണമല്ലോ. അപ്പം ഇന്ന് കറി ഓർക്കുള്ളത് ഇല്ല. അപ്പോൾ ചേട്ടൻ പോണതിൻ്റെ മുന്നേ ഓർക്ക് കറിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞ് പോയിട്ട് ഞാൻ 100 ഉറുപ്പ്യക്ക് കുറച്ച് ഇറച്ചി വാങ്ങിക്കൊണ്ടുവരും പറഞ്ഞു. അപ്പോൾ അബീനോട് വിളിച്ചപ്പോൾ അബിക്ക് നല്ല ഉറക്കം രാവിലെ. അപ്പോൾ എന്തായാലും ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പണിയൊന്നും ഇല്ലാതെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കുറച്ച് ഇറച്ചി കൊണ്ടുവരി, അമ്മ അവിടെ പൈസ തന്നണം, പക്ഷെ അവിടെ പോകാൻ ആളില്ല, ഉറങ്ങി എണീച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്ക് പിന്നെ അബി എണീച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനോട് നെയ്യ് പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അച്ഛൻ വരുമ്പോൾ വാങ്ങിക്കോളൂ അമ്മയെ പറഞ്ഞപ്പോൾ ചേട്ടൻ വരുമ്പോൾ എന്നാൽ കൊണ്ടുവന്ന് എന്നാൽ പിന്നെ നിങ്ങൾക്ക് രാവിലത്തേക്ക് ആയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9 മണിയൊക്കെ ആയിന് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഇറച്ചിയൊക്കെ വേഗം ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചിഞ്ചിയും ചതച്ചതും ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആ ചീനച്ചട്ടിയിൽ അതിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയതിനൊക്കെ വഴറ്റി കഴിഞ്ഞിന്. പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ, മല്ലിപ്പൊടി ഇല്ല. അങ്ങനെ ഇതൊക്കെ കൂടി നല്ലോണം വെന്ത് അത്യാവശ്യം സെറ്റായിന് കേട്ടോ, ഉള്ളിയൊക്കെ നല്ലോണം അലിഞ്ഞിന്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്താട്ടോ, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചുവയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ ഞാൻ വേഗം ഉള്ളിയും തക്കാളിയും ഒന്ന് വാടി കഴിഞ്ഞപ്പോൾ മുളകും പൊടിയൊക്കെ ഇടുന്ന സമയം വരെ ഒന്ന് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്താട്ടോ. എപ്പോഴും അടുപ്പത്ത് ചൂടുവെള്ളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലോണം മസാലയൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ കുറച്ചുള്ളത് തന്നെ ഉള്ളൂ, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോൾ അമ്മ പറഞ്ഞത് മീൻ വാങ്ങണ്ട, നിങ്ങൾ അത് വാങ്ങിക്കോളി പറഞ്ഞു. 100 ഉറുപ്പ്യക്ക് ഇവിടെ ചിക്കൻ കിട്ടും കേട്ടോ. ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഇറച്ചീൻ്റെ കട ഉണ്ട്, കോഴീൻ്റെ കട ഉണ്ട്, അവിടെ നിന്ന് കിട്ടും 100 ഉറുപ്പ്യക്കൊക്കെ. പക്ഷേ അത് അനീഷേട്ടൻ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നേ ഉള്ളൂ, കുറച്ച് ദൂരം കുറച്ച് പോയാൽ മതി ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ചത്തേക്കും പറ്റിയ രാത്രിത്തേക്കും ഒപ്പിക്കാമെന്ന് വിചാരിക്കുക, കാരണം അനീഷേട്ടന് പണിയും ഇല്ലല്ലോ. അപ്പോൾ അനീഷേട്ടൻ നേരെ ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വന്നിട്ട് അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോയിന്. അപ്പോൾ നന്ദുമോളും സ്കൂളിലേക്ക് പോയി, അമ്മയില്ലേ അവിടെ. അപ്പോൾ ഞാനും അബി മാത്രമേ ഇപ്പോൾ പകലുള്ളൂ. അപ്പോൾ ഇതായിട്ട് വേണം ഇനി ചോറുണ്ടാക്കാനായിട്ട്. ചോറ് പിന്നെ ഞാൻ നന്ദുവിനും അനീഷേട്ടനും കൊണ്ടുപോകാനുള്ളത് മാത്രം ഞാനിവിടെ മാറ്റി വെക്കുമെന്ന് പറയലുണ്ടല്ലോ, അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ രാവിലെ. അവർക്കത് കൊടുക്കുക കേട്ടോ ചെയ്യുക, കാരണം നല്ല വേവുള്ള അരിയാണ്, ചോറൊന്നും കേടൊന്നും വരില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ചോറ്. അപ്പോൾ ഇനി ഇത് കറി ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കാമെന്ന് വിചാരിക്കണം. ആദ്യം കറി ഉണ്ടാക്കിയാൽ നമ്മുടെ നായ്ക്കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, അതാണ്. അപ്പോൾ ഞാൻ വേഗം കറി ഉണ്ടാക്കിയെടുത്ത് പിന്നെ ഓർക്ക് ആ വിശന്നിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഒരു 10-11 മണിയായിട്ടൊന്നും രാവിലത്തെ ചായ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതതിന് സമയത്ത് കൊടുക്കണ്ടേ. എന്തായാലും ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 9, 9:30, 10 അടുത്ത് തന്നെയാവും ഇന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കറി ഉഷാറായിട്ട് വെന്തിട്ടോ, നല്ലോണം വറ്റിന്. ഞാൻ മല്ലിച്ചപ്പും കാര്യങ്ങളും ആദ്യം മുന്നേ ഇട്ട് കൊടുത്തതാണ് ഉള്ളത്. പിന്നെ ദാബി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം വീട്ടിലെ മരത്തുമ്പോൾ പറിച്ചുകൊണ്ട് പോകുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, നാടനാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ബ്രോയിലർ കോഴിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ മുളക് കറി ഉണ്ടാക്കിയതാണ്. ഞാൻ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മുളകിട്ടിട്ട് വെക്കും. അപ്പോൾ ഇന്ന് കുറച്ച് മസാല കൂടുതലാക്കിയിട്ട് തന്നെയാണ് വെച്ചത് കേട്ടോ, കാരണം 2 നേരത്തേക്കും കൂടി ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട്
ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇന്നലെയും ഉച്ചയ്ക്ക് കോഴിക്കറി ഇനി അത് ലഗോണാണ്. അതിന് നമ്മൾ പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടുണ്ടാക്കിയതിന് കേട്ടോ. അപ്പോൾ അതാ അടുപ്പിൻ്റെ സൈഡിലൊക്കെ കറി തിളച്ചിട്ടായിന്. പക്ഷെ അതൊക്കെ ഇപ്പം തൊട്ടാൽ ശരിയാവില്ല. അത് എന്താ പറയുക, നല്ല ചൂടുള്ളതുകൊണ്ട് ശരിയാവില്ല. അപ്പോൾ ഞാൻ ചോറിനൊക്കെ വെള്ളം വെച്ച് കത്തിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ചോറ് ആയി കേട്ടോ, അത്രയും സമയം കൊണ്ടായി. അതിൻ്റെ ഇടയിൽ ഒരുപാട് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ കഴിച്ച് നമ്മൾ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല സത്യം പറയുകയാണെന്ന് വെച്ചാൽ. അപ്പോൾ അതാ ചോറ് റെഡിയാണ്. ഇനി അന്ന് ചോറ് ഊറ്റിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് കറി നേരത്തെ തന്നെ ആയല്ലോ. ഇനി കുറച്ച് തിരുമ്പാനും അടിച്ചു വരാനും പാത്രം കഴുകാനൊക്കെ ഉണ്ട്. എന്തുതന്നെയായാലും ഇന്നത്തെ പണിയൊക്കെ നല്ലോണം നേരം വൈകിപ്പോയിന്. അപ്പം കാര്യങ്ങളൊക്കെ വൈകിപ്പോയതുകൊണ്ട് തന്നെ ഇനി മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ, പ്രത്യേകിച്ചിട്ടും പിന്നെ വീട്ടിലുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് വെള്ളം അവിടെ കയറ്റി വെച്ച് കൊടുത്താൽ അടുപ്പത്ത് നമുക്ക് ചൂടുള്ള വെള്ളം റെഡിയാകും. അപ്പോൾ ഏതായാലും കൊട്ടക്കൈയിലേക്ക് ചോറ് ഊറ്റി വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ വിറക് വെറുതെ കത്തിക്കേണ്ടല്ലോ, അപ്പോൾ അതിന് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കണലൊന്ന് കെടുത്തിയെടുക്കണം, എന്നാലേ അപ്പം അതൊന്ന് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കത്തി പോകേണ്ട ആവശ്യമില്ലല്ലോ. നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങണ വിറകാണ് കേട്ടോ. അതുകൊണ്ടാണ് വിറകിനൊക്കെ ഭയങ്കര ക്ഷാമമാണ് ഇപ്പോൾ ഇവിടെ. പിന്നെ അമ്മ കമ്പനി പോകുമ്പോഴൊക്കെ അമ്മ അവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവരലേനല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വിറക് കുറവാണ്. പക്ഷെ അമ്മയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം പോകുന്നുണ്ടെങ്കിലും വിറകൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ ഇതാ ചോറൊക്കെ റെഡി ആയിന്, എല്ലാം സെറ്റായി. ഇനി ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നിട്ട് ഒരു ദിവസം പുഴേൻ്റെ അടുത്തേക്ക് പോകുന്ന വിശേഷങ്ങളാണ് ഇത്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. പുഴയ്ക്ക് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. കാരണം ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വീഡിയോ പകർത്താമെന്ന് വിചാരിച്ചതാണ്. കാണാൻ നല്ല ഭംഗിയല്ലേ അല്ലേ. ഞങ്ങളൊക്കെ ഒരുപാട് കേട്ടോ, ഞങ്ങൾ ആദ്യം താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്തൊക്കെ പുഴയാണ്. പിന്നെ അമ്മൻ്റെ മാമൻ്റെ വീട് പുഴേൻ്റെ അടുത്താണ്. എൻ്റെ അമ്മൻ്റെ മാമൻ്റെ വീട് പുഴേൻ്റെ അടുത്താണ് കേട്ടോ. അവിടെയൊക്കെ പോയാൽ ഞങ്ങൾക്ക് ഇത് തന്നെയാട്ടോ പണി, പുഴയിൽ ഇറങ്ങലും ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ തന്നെ. ഇനി ചെറുപ്പത്തിൽ വല്ലാത്തൊരു രസം തന്നെയാട്ടോ. ഇപ്പം അങ്ങോട്ട് പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എന്നാലും ഇപ്പം അങ്ങനെ പോക്കൊന്നും ഇല്ല. സമയം കിട്ടണില്ല കേട്ടോ. ആർക്കും ഇപ്പോഴത്തെ കാലം സമയമില്ലല്ലോ. അന്നൊക്കെ പിന്നെ കുഴപ്പമില്ല. എല്ലാവരും ഞായറാഴ്ച ആയാലും അമ്മയ്ക്ക് അന്ന് പണിയൊക്കെ ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത്, എൻ്റെ ചെറുപ്രായമായിട്ടോ പറയുന്നത്, അമ്മയ്ക്ക് ഞായറാഴ്ച ദിവസം പണിയൊന്നും ഇല്ല, ഞാൻ ലീവല്ലേ, അന്ന് ഞാനൊക്കെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ അമ്മൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവർ ഒരു പ്രായമായ ഒരാൾ പശുവിനെ അഴിച്ചുകൊണ്ട് പോകും കേട്ടോ. വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. പിന്നെ കുക്കൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പുഴേൻ്റെ നടുക്കിലായിട്ട് വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെ കല്ലമ്പാറ ഷിഫ ഹോസ്പിറ്റലാണ് കാണുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാത്ത കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച പോലെ എന്തിനാ ഫറൂഖ് പാലം കാണിച്ചു തരണേന്ന് ചോദിച്ച പോലെ അങ്ങനെ ചോദിക്കരുത് കേട്ടോ കൂട്ടുകാരെ. നിങ്ങളും കൂടി ഈ കാഴ്ച കണ്ടോട്ടെ എന്നുള്ളൊരു ധാരണയിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പം പുഴയൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമല്ലേ. ഇതിലേക്ക് നോക്കി നിന്ന് നമുക്ക് സമയം പോകണതൊന്നും അറിയില്ല. അത് വല്ലാത്തൊരു നല്ലൊരു സുഖമുള്ളൊരു കാഴ്ചയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊരു വയോജന പാർക്കും കൂടിയാണ് കേട്ടോ. ഇവിടെ പ്രായമായവരൊക്കെ വൈകുന്നേരം ആയാലും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്കിത് സത്യം ഭയങ്കര ഇഷ്ടമാണ് കാണുമ്പോൾ ഇക്കരയിൽ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ച, അക്കരയിൽ നിന്ന് നോക്കുമ്പോൾ ഇക്കര മുഴുവൻ പച്ച എന്ന് പറയുന്ന പോലത്തെ ആ കാഴ്ചയാണ് നമ്മൾ പുഴേൻ്റെ ഒക്കെ സൈഡിൽ വന്നാൽ കാണാൻ പറ്റിയ കാഴ്ച. പക്ഷേ കടലിൽ വന്നാൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ലല്ലോ. അക്കരെ ഇക്കരയും പച്ചയായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അത് നമ്മൾ പുഴയെ കാണാൻ വന്നാൽ തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് പ്രത്യേക ഒരു വൈബാണ് കാണാനായിട്ട്. അപ്പം നല്ല മനസ്സുള്ളവർക്കും നല്ല എന്താ പറയുക, ഇങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു കാഴ്ചയായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇന്ന് ഒരുപാട് വിശേഷങ്ങളോ കണ്ടൻറ്റുകളൊന്നും അടങ്ങിയിട്ടുള്ള വീഡിയോകളൊന്നുമല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം കേട്ടോ. പക്ഷേ സാഹചര്യം അനുകൂലമല്ല. സാഹചര്യം ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ടും എന്താ പറയുക തുടർന്നും പ്രതീക്ഷിക്കുകയാണ്. ഇത് ഉണ്ടാവുമെന്നും വിശ്വസിക്കുകയാണ്. കൂടുതൽ ആരെയും നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളൊരു കുഞ്ഞു ചാനലാണ്. ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് വളരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് നല്ല മനുഷ്യരുടെ മനസ്സുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് മുന്നോട്ട് പോകും. അപ്പം ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു പിന്നെയും പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെയും എൻ്റെ ചാനലിനെയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ മനസ്സറിഞ്ഞ് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോസൊക്കെ വ്യൂ കുറവാണ്, എന്നാലും സന്തോഷമുള്ള എല്ലാവരും കാണുന്നതിനോട്. അപ്പോൾ എല്ലാവർക്കും ബായ്.